ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഹൃദയതലങ്ങളിൽ വിടുതലും ചൈതന്യത്തിനും കാരണമാകത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വിടുതൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരുപാട് വർധനവും ഒരുപാട് ദൈവപ്രവർത്തിക്കും ഉതകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുവാൻ ഇടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14 അധ്യായം 9 വാക്യം. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിചയമുള്ള ആ വേദഭാഗത്തുനിന്ന് വെളിപ്പെടുത്തുന്ന ദൂത്, സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം ഉണ്ട് എന്ന്. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ പൗലോസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആഴമായ ഒരു വിശ്വാസം, ആഴമായൊരു പ്രത്യാശ. വചനം പറയുന്നു, സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസമുണ്ടെന്ന് കാണുകയാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത് ഇതാ. ജോലി മേഖലകളിൽ ജോലി പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ടെന്ന് കാണുന്നു എന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഏതൊക്കെ ആവശ്യങ്ങളുടെ മുഖത്ത് ആയിരിക്കുന്നു, ഏതൊക്കെ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുന്നു, ഏതെല്ലാം വിഷയങ്ങൾ അതിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമോ, ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയത്തെ നോക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസമുണ്ട് എന്ന്. വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത്, വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന് വെളിപ്പെടുത്തുന്ന ദൂതുകൾ, അതെല്ലാം വചനത്തിൽ എന്ന ഇവിടെ വളരെ വ്യത്യസ്തമായൊരു തലം ദൂത് കാണുക. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കാണുക. ദൈവത്തിൻ്റെ പൈതലെ, സ്വർഗം കാണുന്നത് വെളിപ്പെടുത്തുക കേട്ടോ. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തുക. ആ വിഷയം എൻ്റെ ദൈവം എനിക്കായിട്ട് പ്രവർത്തിക്കും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എൻ്റെ കുടുംബ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. എൻ്റെ ജീവിതസ്ഥിതികൾക്ക് കർത്താവ് തന്നെ വ്യതിയാനം വരുത്തും എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്ന ദൈവം, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ദർശിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിത. ചുറ്റും നിൽക്കുന്നവർ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം, ചുറ്റും നിൽക്കുന്നവർ ഒരുപക്ഷെ നിന്ദിച്ചേക്കാം. എന്നാലും ആ വിഷയത്തിനായി ഇന്നും ദൈവത്തിൻ്റെ പൈതലേ കാത്തിരിക്കുവല്ലേ. വിശ്വാസം പോകാതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാതവിടത്തിലിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ദൂതിത, ദൈവം അത് കണ്ടിരിക്കുക. വിഷയത്തെ കർത്താവ് നോക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം തന്നെയാ സ്വർഗം നോക്കുന്നത്. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെയാ ദൈവത്തിന് പ്രസാദം. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യന് വേണ്ടിയാ ദൈവം എഴുന്നേൽക്കുന്നത്. ഇന്നത്തെ ശബ്ദം, ഇന്നത്തെ ദൂത്, കർത്താവിൻ്റെ മറുപടി ഇതാ ഞാൻ കാണുന്നു. വിശ്വസിക്കുന്നത് ഞാൻ കാണുന്നു, പ്രത്യാശിക്കുന്നത് ഞാൻ കാണുന്നു, യാചിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഒരു മറുപടിയുണ്ട്. ഓരോരുത്തരും ഈ വിഷയത്തിൻ്റെ നടുവിലുണ്ട്. എൻ്റെ തലമുറ വിടുവിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുമെന്ന് ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, ആ വിശ്വാസം നിശ്ചയ, അത് ഫലമുള്ളതാ. അതൊരിക്കലും ഒരു കാലത്തും നിഷ്ഫലമായി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിൻ്റെ നടുവിൽ മാറ്റം
മാറ്റങ്ങളും അതിൻ്റെ നടുവിൽ ദൈവമഹത്വവും അതിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തിക്കൊണ്ട് സാഹചര്യങ്ങളുടെ മേൽ ഇതാ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കരം ശക്തിയോടെ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി ഏറ്റെടുക്കുന്ന ജീവിതങ്ങളോട് ദൂത് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. വിശ്വാസം കാണുന്ന ദൈവം, പ്രത്യാശ കാണുന്ന ദൈവം, അതിന് മറുപടിയുണ്ട്, അതിന് ഉത്തരമുണ്ട്. ആ വിശ്വാസത്തോട് ശത്രു പോരാടും, ആ വിശ്വാസത്തോട് ശത്രു വെല്ലുവിളിക്കും. അത് നടക്കാതിരിക്കുക, ഉടച്ചു കളയുക, വാക്കുകൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പൈതലേ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വാസം പോകാതിരിപ്പ, അതിലുള്ള വിശ്വാസം കാണുന്ന ദൈവം ഉത്തരം തരുമെന്ന് ഉറപ്പിക്കുന്ന ദിവസമായി തീരട്ടെ. എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആഴമായി ഉറപ്പിക്കുന്നൊരു ദിവസമായി തീരട്ടെ. ദൈവത്തിൻ്റെ ദൂതിതാ, ദൈവത്തിൻ്റെ ശബ്ദമിതാ, എൻ്റെ തലമുറയുടെ ഭാവി നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ആ വിശ്വാസം കണ്ടിട്ട് ദൈവം അടങ്ങിയിരിക്കത്തില്ല. ആ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിൻ്റെ വൈതലേ പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ അതിനൊരു ഫലമുണ്ട്, ഒരു മറുപടിയുണ്ട്, ഒരു ഉത്തരം ദൈവം അയക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥയിൽ സാഹചര്യങ്ങളെ കർത്താവെ ഇന്ന് കേൾപ്പിച്ച അതിശക്തമായ ദൂത് സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് അത് വിടുതലായി തീരുന്നില്ലേ? ഒരിക്കലും നടന്നിട്ടില്ലാത്തത് നടക്കുവാനിടയായില്ലേ? അതുപോലെ ജനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇറങ്ങണം, ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ച ലജ്ജിക്കത്തില്ലെന്ന വചനം കർത്താവെ ഈ ദിവസങ്ങളിൽ അത് നിവൃത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.